ഹലോ വെൽക്കം ടു വിർച്വൽ ക്ലാസ് റൂം. PSC എക്സാംസിന് ആവശ്യമായിട്ടുള്ള SCERT ടെക്സ്റ്റ് ബുക്കിലെ കണ്ടൻറ്റാണ് നമ്മൾ പഠിക്കുന്നത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയാണ് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടത്. അതിൽ നമ്മളിപ്പം എത്തിയിരിക്കുന്നത് 7th സ്റ്റാൻഡേർഡ് ആണ്. 5ഉം 6ഉം നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. 7ാം ക്ലാസ് ആണെങ്കിൽ നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണല്ലോ. അപ്പം പുതിയ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ്. സോഷ്യൽ സയൻസ് ആണ് കറൻ്റ്ലി നോക്കുന്നത്. സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. 3 ചാപ്റ്റേഴ്സ് വരെ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്നാണ്. ഇതിൽ പറയുന്നത് പണ്ടുണ്ടായിരുന്ന പല വിവേചനങ്ങളും അതിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം നേടിത്തന്നത് അതൊക്കെ മറികടക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാരെയും അവരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ടെക്സ്റ്റിൽ കൊടുത്തത് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു അനുഭവമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഒരു ദിവസം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള, അതായത് ബ്രാഹ്മണ സുഹൃത്തായിട്ടുള്ള അവരും കൂടെ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ടീച്ചർ വരികയും ടീച്ചർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അതായത് മുസ്ലിം ആയിട്ടുള്ള ഒരാളും ഹിന്ദു ആയിട്ടുള്ള ഒരാളും ഒന്നിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് അബ്ദുൽ കലാമിനെ ബാക്കിലേക്ക് മാറ്റിയിരുത്തുന്ന ഒരു സിറ്റുവേഷനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു നമ്മുടെ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ വിവേചനം ആ കാലത്ത് നിലനിന്നിരുന്നു എന്നുള്ള ഒരു അനുഭവമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കേണ്ട പോയിന്റ് അഗ്നിച്ചിറകുകൾ ആരുടെ ബുക്കാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ആണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് അഗ്നിച്ചിറകുകൾ. അത് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയാണ് അഗ്നിച്ചിറകുകൾ. സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകാതെ മാറ്റി നിർത്തുന്ന സാഹചര്യം നിലനിന്നിരുന്നു എന്നാണ് APJ അബ്ദുൽ കലാമിൻ്റെ ഈ അനുഭവം സൂചിപ്പിക്കുന്നത്. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ, അവസരങ്ങൾ നിഷേധിക്കൽ, സാമൂഹികമായി വിവേചിക്കൽ തുടങ്ങിയ പ്രവണതകളെയാണ് അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത്. മുൻവിധിയോടെ ചില സാമൂഹിക വിഭാഗങ്ങളെ അവരുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ ഒഴിവാക്കിയിരുന്നു. കഴിവുകൾ ഉണ്ടായിട്ടും തൊഴിലും വിദ്യാഭ്യാസവും അവസരങ്ങളും നിഷേധിക്കുക, അവസരങ്ങളുണ്ടായിട്ടും നൽകാതിരിക്കുക, വ്യക്തി എന്ന നിലയിലുള്ള പരിഗണനകൾ കൊടുക്കാതിരിക്കുക തുടങ്ങിയ പ്രവൃത്തികളിലൂടെയും ചില സാമൂഹിക വിഭാഗങ്ങളെ അരികുകളിലേക്കാക്കിയിരുന്നു. സാമൂഹിക നീതി നേടിയെടുക്കുന്നതിനായി നേതൃത്വം നൽകിയ പ്രധാന വ്യക്തികളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചിട്ടുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം അഥവാ പാർശ്വവൽക്കരണം, മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ടേം നോക്കി വയ്ക്കുക, കാരണം നമുക്ക് ടെക്സ്റ്റിലും ഇനി ഈ ഒരു ടേം തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് തുല്യ പരിഗണന ലഭിക്കേണ്ട സ്ഥലങ്ങളിൽ നിന്ന് ചില വിഭാഗത്തെ മാത്രം നമ്മൾ മാറ്റി നിർത്തുക. ആ ഒരു വേർതിരിവിനെയാണ് അരികുവൽക്കരണം എന്ന് പറയുന്നത്. സമൂഹത്തിൽ അരികുവൽക്കരണം നടക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയാൽ സ്വന്തമുണ്ടായിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു. വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും യുദ്ധം, അപകടങ്ങൾ, വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും അരികുവൽക്കരണം സംഭവിക്കുന്നു. ജാതി, മത, ഗോത്ര, ലിംഗ പദവികളിലെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് വഴി അരികുവൽക്കരണം സംഭവിക്കുന്നു. വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. ഇനി ആരൊക്കെയാണ് സമൂഹത്തിൽ അരികുവൽക്കരണം നേരിടുന്നത്? സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന നിരവധി വിഭാഗങ്ങളുണ്ട്. സ്ത്രീകൾ, ട്രാൻസ്ജെൻഡറുകൾ, ദളിതർ, ഗോത്രവിഭാഗക്കാർ, ന്യൂനപക്ഷങ്ങൾ, ദാരിദ്ര്യം നേരിടുന്നവർ, അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, ജയിൽ മോചിതർ തുടങ്ങിയവർ ഇതിന് ഉദാഹരണമാണ്. അല്ലെ, നമ്മുടെ സമൂഹത്തിൽ ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഇവരൊക്കെ നമ്മൾ വേർതിരിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ ഓരോ വിഭാഗത്തിനും അരികുവൽക്കരണത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ വലിയ ചരിത്രമുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ഫസ്റ്റ് ആണ് നമ്മൾ പറയുന്നത് ഊരൂട്ടമ്പലത്തെ സർക്കാർ UP വിദ്യാലയം, ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. തിരുവനന്തപുരം ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂൾ ഇനി മുതൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ് UP സ്കൂൾ എന്നറിയപ്പെടും. കുടിപ്പള്ളക്കൂടമായിരുന്ന ഊരൂട്ടമ്പലം ഗവൺമെൻറ് UPSലായിരുന്നു ചരിത്രം മാറ്റിമറിച്ച സമരത്തിന് അയ്യങ്കാളി തുടക്കം കുറിച്ചത്. പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈ പിടിച്ച് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റിയിരുത്തുകയും ചെയ്തു. പഞ്ചമി കയറിയതിൻ്റെ ഭാഗമായി ജന്മിമാർ സ്കൂളിന് തീവച്ചു. പകുതി കത്തിയ ബെഞ്ച് ഉൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ ഇന്നും സ്കൂൾ മ്യൂസിയത്തിൽ കാണാം. അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു സ്കൂൾ, ഊരൂട്ടമ്പലത്തെ സർക്കാർ UP സ്കൂളാണ്
ഇപ്പോൾ അറിയപ്പെടുന്നത് എന്താണ്? അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്നാണ്. അതിനുള്ള കാരണവും പറഞ്ഞല്ലോ, അതൊരു പ്രതിഷേധമായിരുന്നു അല്ലേ. ആ ഒരു ദളിതായിട്ടുള്ള ആ കുട്ടിക്ക് സ്കൂളിൽ പഠിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് അയ്യങ്കാളി ആ പഞ്ചമി എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ കൈ പിടിച്ച് സ്കൂളിലേക്ക് കയറ്റിയത്. അപ്പം അതിന് എതിരെ അവരെന്ത് ചെയ്തു? സ്കൂള് തീയിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒരു അയ്യങ്കാളിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രതിഷേധമാണ്. താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർക്ക് ചരിത്രപരമായി വിദ്യാഭ്യാസ അവസരങ്ങൾ ഉയർന്ന ജാതി എന്ന് കരുതപ്പെട്ടവർ നിഷേധിച്ചിരുന്നു. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യ അവസരങ്ങൾ ലഭ്യമാക്കുവാൻ മഹാത്മാ അയ്യങ്കാളി പരിശ്രമിച്ചു. വിദ്യാഭ്യാസത്തെ സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു ഉപാധി എന്ന് തിരിച്ചറിഞ്ഞതാണ് അയ്യങ്കാളിയുടെ പ്രവർത്തന മഹത്വം. അപ്പം അന്നത്തെ സമൂഹത്തിൽ ഈ ഒരു വിവേചനങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് ആൾക്കാർക്ക് വിദ്യാഭ്യാസം നൽകിയാൽ മാത്രമേ അതിനൊരു മാറ്റം ഉണ്ടാവൂ എന്നുള്ള കാര്യം അയ്യങ്കാളി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു അറിവുണ്ടെങ്കിൽ മാത്രമേ അവർ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയുണ്ടായിരുന്നുള്ളൂ. അപ്പം അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്തിനാണ്? ആൾക്കാർക്ക് വിദ്യാഭ്യാസം നൽകുക എന്നതിലായിരുന്നു. അത് പ്രത്യേകിച്ചും അവഗണിക്കപ്പെട്ട ജനവിഭാഗത്തിന് വിദ്യാഭ്യാസം നൽകുക എന്നതിലായിരുന്നു അയ്യങ്കാളി പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ദളിത് വിഭാഗങ്ങൾക്ക് വാഹനത്തിൽ സഞ്ചരിക്കാനും പൊതുവഴിയിൽ നടക്കാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും വിദ്യാഭ്യാസം നേടാനും അവകാശമില്ലാതിരുന്ന കാലമായിരുന്നു മുമ്പ് നിലനിന്നിരുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ, അന്തസ്സ്, തുല്യത, സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിഷേധിക്കപ്പെട്ട അവസ്ഥ ഇവർക്കുണ്ടായിരുന്നു. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം വിവേചനങ്ങൾ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ്. അതിനെ പ്രതിരോധിക്കാൻ വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്നതായിരുന്നു അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച പല മഹത് വ്യക്തികളുടെയും നിലപാട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരുവും മറ്റു നവോത്ഥാന നേതാക്കളും ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി അരികുവൽക്കരണത്തെ എതിർത്തവരാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യ വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൾ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹന്നാൻ, പണ്ഡിറ്റ് കെ പി കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങൾ അതിന് ഉദാഹരണമാണ്. അപ്പം അന്നത്തെ നവോത്ഥാന നേതാക്കളൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്തിനാണ്? ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളൊരു ഒറ്റ കാര്യത്തിനായിരുന്നു. അതേപോലെ ശ്രീനാരായണ ഗുരു പറഞ്ഞൊരു സന്ദേശവും കൊടുത്തിട്ടുണ്ട്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. നോട്ട് ചെയ്ത് വെക്കണേ, ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശമാണത്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ആൾക്കാരൊക്കെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. PSCക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് നവോത്ഥാന നേതാക്കന്മാരെ പറ്റിയിട്ടുള്ള. ഇവരുടെയൊക്കെ പേഴ്സണൽ ഇൻഫർമേഷൻസ്, ജനിച്ച ഡേറ്റ്, ജനിച്ച സ്ഥലം, ഏതൊക്കെയായിരുന്നു അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമരങ്ങൾ, മൂവ്മെൻറ്റ്സ്, പ്രതിഷേധം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ പറയുന്ന ആ ഒരു ഓർഡറിൽ തന്നെ നോക്കാം. ഇനി നമ്മൾ നോക്കുന്നത് ജ്യോതിറാവു ഫൂലെ 1827 to 1890. ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത്. സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ച ജ്യോതിറാവു ഫൂലെയാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫൂലെ സ്ഥാപിച്ചു. അപ്പം ജ്യോതിറാവു ഫൂലെയെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജ്യോതിറാവു ഫൂലെയാണ്. പിന്നെ സ്ത്രീകൾക്കും ദളിതർക്കും ഒക്കെ ആയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ആൾ സാവിത്രിബായ് ഫൂലെയാണ്. 1831 to 1897. പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു. കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിശാ പാഠശാല സ്ഥാപിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിയെ സാവിത്രിബായ് ഫൂലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പം സാവിത്രിബായ് ഫൂലെയെ പറ്റി പറയുകയാണെങ്കിൽ പെൺകുട്ടികൾക്കായിട്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിർമ്മിച്ച വിദ്യാലയം എവിടെയായിരുന്നു? പൂനെയിലായിരുന്നു. അവിടുത്തെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിബായ് ഫൂലെ. പിന്നെ ഇവർ ചെയ്ത പ്രവർത്തികൾ മാനിച്ചുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പൂനെ യൂണിവേഴ്സിറ്റിയുടെ പേര് മാറ്റിയിട്ട് സാവിത്രിബായ് ഫൂലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് ആക്കിയിട്ടുണ്ട്. ഇവരുടെ പേരും കൂടെ ആ ഒരു യൂണിവേഴ്സിറ്റിക്ക് തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ, പെരിയാർ EV രാമസ്വാമി നായ്ക്കർ 1879 to 1973. സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനും ഇന്ത്യയിലെ പ്രധാന ജാതിവിരുദ്ധ സമരനായകരിൽ ഒരാളുമാണ് പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. സാമൂഹിക പരിഷ്കർത്താവായ ഇദ്ദേഹം ബ്രാഹ്മണാധിപത്യത്തിലൂന്നിയ സാമൂഹ്യ വിവേചനത്തിനെതിരെ നിലകൊണ്ടു. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു പെരിയാർ. അപ്പോൾ സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് ആര്? പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. ദളിതരെ പോലെ തന്നെ സാമൂഹികമായ അരികുവൽക്കരണം നേരിടേണ്ടി വന്ന മറ്റൊരു വിഭാഗമാണ് ഗോത്രജനത. പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ചു താമസിക്കുന്ന ഗോത്രജനത സ്വന്തമായി അറിവുകൾ നിർമ്മിക്കുകയും അവ പ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. അവർ തനത് ജീവിത രീതിയും കലയും സാംസ്കാരിക മൂല്യങ്ങളും പിന്തുടരുന്നവരാണ്.
ഗോത്രജനതയുടെ സാംസ്കാരിക സംഭാവനകൾക്ക് മുൻകാലങ്ങളേക്കാൾ പൊതുസമൂഹത്തിൽ സ്വീകാര്യത കൈവന്നിട്ടുണ്ട്. വസിക്കുന്ന ഇടങ്ങളിലെ വിഭവങ്ങളിൽ പൂർണ്ണാധികാരമുണ്ടായിരുന്ന ഗോത്രജനതയ്ക്ക് ആ അധികാരം ക്രമേണ നഷ്ടമായി. അതുമൂലമാണ് ഈ സാമൂഹിക വിഭാഗം അരികുവൽക്കരിക്കപ്പെട്ടത്. നെക്സ്റ്റ് വൺ, വെറിയർ എൽവിൻ 1902 to 1964. ഇന്ത്യൻ നരവംശശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാൾ. ഗോത്രമനുഷ്യരുടെ തനത് ജീവിതത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായി സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ്. അപ്പം വെറിയർ എൽവിൻ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മളതൊന്ന് ഓർത്തു വയ്ക്കുക. ഗോത്രവർഗ മനുഷ്യർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു ആളാണ്. പിന്നെ ഇന്ത്യൻ നരവംശശാസ്ത്രത്തിലും അദ്ദേഹത്തിൻ്റെ സംഭാവനകളുണ്ട്. സമൂഹത്തിലെ മുഖ്യ വിഭാഗക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന അറിവ്, കല, സംസ്കാരം എന്നിവ മാത്രമാണ് മൂല്യമേറിയത് എന്ന ധാരണ പല കാലങ്ങളിലായി നിലനിന്നിരുന്നു. എന്നാൽ കല, ഭാഷ, സാഹിത്യം, വൈദ്യം, കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രകൃതിയെ അടുത്തറിഞ്ഞു നേടിയ മികച്ച വിജ്ഞാനവും നാട്ടറിവും സ്വന്തമായുള്ളവരാണ് ഗോത്രജനത. തനതായ സംഗീത പാരമ്പര്യമുള്ള നിരവധി ഗോത്ര വിഭാഗക്കാരുണ്ട്. അടുത്ത ആൾ നമ്മൾ പഠിക്കുന്നത് ഡോക്ടർ എ അയ്യപ്പൻ 1905 to 1988. തൃശ്ശൂർ ജില്ലയിലെ പവറട്ടിയിൽ 1905 ഫെബ്രുവരി 5 അയ്യപ്പൻ്റെ ജനനം. ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ്. ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് മലിനോസ്കിയുടെയും റെയ്മണ്ട് ഫിർത്തിൻ്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി. കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകി. ഇപ്പം ഡോക്ടർ എ അയ്യപ്പൻ്റെ ജനിച്ച ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. തൃശ്ശൂർ ജില്ലയിലെ പവറട്ടിയിലാണ് ജനിച്ചിട്ടുള്ളത്. 1905 ഫെബ്രുവരി 5 അയ്യപ്പൻ്റെ ജനനം വരുന്നത്. പിന്നെന്തൊക്കെയാണ്? ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് മലിനോസ്കിയുടെയും റെയ്മണ്ട് ഫിർത്തിൻ്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനും സമഗ്ര സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരാളാണ്. നെക്സ്റ്റ് വൺ നഞ്ചിയമ്മയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ അല്ലേ. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള നഞ്ചിയമ്മയ്ക്കായിരുന്നു 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നഞ്ചിയമ്മയ്ക്കാണ്. അത് നോട്ട് ചെയ്ത് വെക്കണേ. ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് നഞ്ചിയമ്മ. ആ സോങ് ഏതാന്ന് അറിയില്ലേ? കളക്കാത്ത സന്തനമേറെ വെകുവോക പൂത്തിരിക്കോ എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു നഞ്ചിയമ്മ ആലപിച്ചിട്ടുള്ളത്. ഏത് സിനിമയിലെ സോങ് ആയിരുന്നു അത്? അയ്യപ്പനും കോശിയും എന്ന സിനിമയിലായിരുന്നു അല്ലേ. അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. സ്ത്രീകൾ കലാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് വിലക്കപ്പെട്ട ഒരു കാലം നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. കലയിൽ മാത്രമല്ല, സമൂഹത്തിൻ്റെ പല മേഖലകളിലും സ്ത്രീ ആയതുകൊണ്ട് മാത്രം അരികുവൽക്കരിക്കപ്പെടുകയും തുല്യ അവസരം നിഷേധിക്കപ്പെടുകയും ചെയ്ത ധാരാളം അനുഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. കലാമേഖല, വിദ്യാഭ്യാസ മേഖല, തൊഴിൽ മേഖല, ഗാർഹിക ഇടങ്ങൾ എന്നിവിടങ്ങളിൽ അവർ താഴ്ന്ന പദവി മാത്രമേ അർഹിക്കുന്നുള്ളൂ എന്ന തെറ്റായ ധാരണ സമൂഹത്തിൽ നിലനിന്നിരുന്നു. അടുത്ത് നമ്മൾ പഠിക്കുന്നത് പണ്ഡിത രമാബായിനെ പറ്റിയിട്ടാണ്. 1858 to 1922. 19ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് പണ്ഡിത രമാബായി. വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പം 19ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്കും ശാക്തീകരണത്തിനും വേണ്ടി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പണ്ഡിത രമാബായി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള രണ്ടാൾക്കാർ ഡോക്ടർ പുന്നൻ ലൂക്കോസും EK ജാനകി അമ്മാളുമാണ്. ആദ്യം ഡോക്ടർ പുന്നൻ ലൂക്കോസിൻ്റെ നോക്കാം. ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ആ ബിരുദം കരസ്ഥമാക്കി. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത എന്ന നിലയിൽ പ്രശസ്തിയായി. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധി ആയിരുന്നു. അപ്പം ആ ഒരു 2 പോയിന്റും നോട്ട് ചെയ്ത് വെക്കണം. ഡോക്ടർ പുന്നൻ ലൂക്കോസ് ആണ് കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത, അതേപോലെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയുമായിരുന്നു. EK ജാനകി അമ്മാൾ 1897 to 1984. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞ. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു.
ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ. 1977 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. അപ്പം E.K. ജാനകി അമ്മാളിനെ പറ്റി നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ജനിച്ചത് എവിടെയാണ്? കേരളത്തിലെ തലശ്ശേരിയിലാണ് ജനിച്ചിട്ടുള്ളത്. വിശ്വപ്രസിദ്ധിയായ ശാസ്ത്രജ്ഞയാണ്. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിലെ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറലാണ്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറലാണ് E.K. ജാനകി അമ്മാൾ. 1977 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകിയിട്ട് E.K. ജാനകി അമ്മാളിനെ ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലാസ്റ്റത്തെ 2 പോയിന്റ് എന്തായാലും പഠിച്ചു വെക്കണം. സ്ത്രീകൾക്ക് പുറമെ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും ലിംഗപദവി വിവേചനം അനുഭവിക്കുന്നുണ്ട്. അപ്പം ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിൽ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും. ന്യൂനപക്ഷം, മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം. ഇനി ശാരീരിക സവിശേഷത മൂലം സമൂഹത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഭിന്നശേഷിയുള്ളവർ. ഡിഫറൻ്റ്ലി ആബിൾഡ് എന്ന് പറയും. പലതരം ഭിന്നശേഷി വിഭാഗങ്ങളുണ്ട്. ഓരോ വിഭാഗം ഭിന്നശേഷികൾക്കും സംഭവിക്കുന്ന അരികുവൽക്കരണം വ്യത്യസ്ത തരത്തിലാണ്. അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് കുറേ പ്രവർത്തനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016. ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിലൂന്നിയതുമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമമാണ് ഇത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016. നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ പാരാലിമ്പിക്സ്, ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമായ പാരാലിമ്പിക്സ് 1948 ആരംഭിച്ചത്. അപ്പം പാരാലിമ്പിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമാണ് പാരാലിമ്പിക്സ്. അത് ആരംഭിച്ചത് 1948. വിവേചനം തടയാൻ ഭരണഘടന. ഡോക്ടർ B.R. അംബേദ്കർ 1891 to 1956. ആ ഡേറ്റുകളൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഇയേഴ്സ് ഡോക്ടർ B.R. അംബേദ്കറിൻ്റെ കാലയളവ്, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടമാണ് കൊടുത്തിട്ടുള്ളത്. 1891 to 1956. ഇന്ത്യൻ ഭരണഘടനാ ശില്പി, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ B.R. അംബേദ്കർ ആണ്. ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു. ഇന്ത്യയിലെ അരികുവൽകൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തൻ്റെ രചനകളിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം സാധ്യമാക്കുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു. അപ്പോൾ ഇത്ര കാര്യമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടും ഡോക്ടർ B.R. അംബേദ്കറിനെ പറ്റിയിട്ട് പഠിക്കണം. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരർക്കും തുല്യത ഉറപ്പുവരുത്തുന്നു. അനുച്ഛേദം 14. ആ ഒരു 2 അനുച്ഛേദങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കണം. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്നത് ഏത് ആർട്ടിക്കിൾ ത്രൂ ആണ്? അനുച്ഛേദം 14. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത്. അപ്പം ആർട്ടിക്കിൾ 14 പറയുന്നത് എല്ലാ പൗരന്മാർക്കും തുല്യതയാണ്. ആർട്ടിക്കിൾ 15 മതം, ജാതി, വംശം, ലിംഗം, ജനിച്ച സ്ഥലം എന്നിവയുടെ ഒന്നും പേരിൽ ഒരാളോടും വിവേചനം കാണിക്കാൻ പാടില്ല എന്നുള്ളതുമാണ് പറയുന്നത്. ഈ 2 ആർട്ടിക്കിളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. വേറെ ആർട്ടിക്കിൾ നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സിലായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഇനി ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. കാരണം ഇനി കുറച്ച് ടൈമല്ലേ LDC എക്സാം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ പോർഷൻസ് തീർക്കാനായിട്ട് നോക്കാം. അപ്പം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ലേണിംഗ്.